الرحمن الرحيم. فضيلة كظم الغيظ. ഫളീലത്തു കൽമിൽ ഗൈലി, ദേഷ്യം ഒതുക്കി വെക്കുക, അതിനെ പിടിച്ചു നിർത്തുക, അതിന്റെ മഹത്വം. അല്ലാഹു തആല പറഞ്ഞു, വൽ കാളിമീനൽ ഗൈള, ദേഷ്യം പിടിച്ചു വെക്കുന്നവർ എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഇത് പറഞ്ഞത് ഈ മദ്ഹിന്റെ സ്ഥാനത്തായി കൊണ്ടാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അവന്റെ ദേഷ്യത്തെ തടഞ്ഞു നിർത്തിയാൽ അല്ലാഹു തആല അവന്റെ ശിക്ഷയെ അവനിൽ നിന്നും തടയുന്നതാണ്. ഒരാൾ തന്റെ റബ്ബിലേക്ക് കാരണം ബോധിപ്പിച്ചാൽ അല്ലാഹു തആല അവന്റെ ഉദ്റിനെ സ്വീകരിക്കുന്നതാണ്. ഒരാൾ തന്നെ നാവിനെ സൂക്ഷിച്ചാൽ അവന്റെ ഗുഹ്യങ്ങളെ, അവന്റെ ഗോപ്യമായ കാര്യങ്ങൾ അല്ലാഹു തആല മറച്ചു വെക്കുന്നതാണ്. അശുദ്ധക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശക്തൻ മൻ ഒരുവനാണ്, ഗലബ നഫ്സഹു, അവന്റെ മനസ്സിനെ അവൻ നിയന്ത്രിച്ചിരിക്കുന്നു, അതിലേക്ക് മികച്ചിരിക്കുന്നു. ഇൻദൽ ഗലബി, ദേഷ്യത്തിന്റെ സമയത്ത്. നിങ്ങളിൽ വെച്ച് ഏറ്റവും സമാധാനി മൻ ഒരുവനാണ്, അഫാ ഇൻദൽ ഖുദ്റ, കഴിവുള്ളതായ സമയത്ത് അവൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, അവനാണ് ഏറ്റവും ഹിൽമുള്ള ആൾ. മൻ കളമ ഗൈലൻ, ഒരാളിന് ദേഷ്യം ഒതുക്കി നിർത്തിയാൽ അതിനെ നടപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിനെ നടപ്പാക്കും. എന്നാൽ മലഅല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിളാ, അല്ലാഹു തആല അവന്റെ ഖൽബിനെ ഖിയാമത്ത് നാളിൽ പ്രീതിയാൽ നിറക്കുന്നതാണ്. ഖൽബഹു അംന വ ഈമാന എന്നുണ്ട്. ഒരു അടിമയും ഇറക്കിയിട്ടില്ല ജുർഅത്തൻ, ഒരു ഇറക്ക്, അഅലമ അജ്റ, കൂലിയാൽ ഏറ്റവും വലുതായിട്ട്, മിൻ ജുർഅത്തി ഗൈലിൻ, ദേഷ്യത്തിന്റെ ഒരു ഇറക്കിനാൽ, കളമഹ, അതിനെ അവൻ ഒതുക്കിയിരിക്കുന്നു, ഇബ്തിഗാ വജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ മാർഗ്ഗം തേടിക്കൊണ്ട്. നരകത്തിനൊരു കവാടമുണ്ട്, ആ കവാടത്തിലൂടെ കടക്കുകയില്ല ഇല്ലാമൻ ഒരുവനല്ലാതെ, ശഫാ ഗൈലഹു, അവന്റെ ദേഷ്യത്തിന് അവന് ശമനം വരുത്തിയിരിക്കുന്നു, ബിമഅസിയത്തില്ലാഹി തആല, അല്ലാഹു തആലയുടെ മഅസിയത്ത് കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ ജുർഅത്തിൻ, ഒരു ഇറക്കുമില്ല, അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട്, മിൻ ജുർഅത്തി ഗൈലിൻ, ദേഷ്യത്തിന്റെ ഒരു ഇറക്കിനേക്കാൾ, കളമഹ അബ്ദുൻ, ഒരു അടിമതിനെ ഒതുക്കിയിരിക്കുന്നു. മാ കളമഹ അബ്ദുൻ, ഒരു അടിമതിനെ ഒതുക്കിയിട്ടില്ല, ഇല്ലാ മലഅല്ലാഹു ഖൽബഹു ഈമാന, അല്ലാഹു തആല അവന്റെ ഹൃദയത്തിൽ ഈമാൻ നിറച്ചിട്ടല്ലാതെ. മൻ കളമ ഗൈലൻ, ഒരാൾ ദേഷ്യം ഒതുക്കി, വഹുവ ഖാദിറു അലാ യുൻഫിദഹു, അത് നടപ്പാക്കാൻ അവന് കഴിയും, എന്നാൽ അല്ലാഹുവിനെ വിളിക്കുന്നതാണ്, സൃഷ്ടികളുടെ മുന്നിൽ വെച്ച് വിളിക്കുന്നതാണ്, ഏത് ഹുറിലാണോ വേണ്ടത് എന്ന് അവനോട് ഇഷ്ടം പ്രവർത്തിക്കാൻ പറയുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനെ വല്ലവരും സൂക്ഷിക്കുന്നുവെങ്കിൽ ലം യശ്ഫി ഗൈറഹു, അവന്റെ ദേഷ്യത്തിന് ഒരു ശമനം കണ്ടെത്തുകയില്ല. ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ ഉദ്ദേശിച്ചെല്ലാം ചെയ്യുകയില്ല. ഖിയാമത്ത് നാളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കാണുന്ന രൂപത്തിലായിരിക്കുകയില്ല ഇവിടെ ലോകം. ലുഖ്മാൻ മോനോട് പറയാൻ, പൊന്നു മോനെ, നിന്റെ മുഖത്തുള്ളതായിരിക്കുന്ന പ്രസരിപ്പിനെ നീ കളയരുതേ, ബിൽ മസ്സലത്തി, ആളോട് ചോദിക്കൽ കൊണ്ട്. നിന്റെ മുഖത്തിലുണ്ടാവുമല്ലേ മാകുന്ന അതിന്റെ ഒരു പ്രസരിപ്പ്, അത് ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ വയന മോറാക്കി മാറ്റുന്നത്. നിന്റെ ദേശത്തിന് നീ ശമനം വരുത്തരുതേ, നിന്റെ വഷളത്തരങ്ങളെ കൊണ്ട്.
നീ നിന്റെ പദവി മനസ്സിലാക്കണം. എന്നാൽ നിന്റെ ജീവിതം നിനക്ക് ഉപകാരം കിട്ടുന്നതാണ്. അയ്യൂബ് പറയാണ്, ഒരു നിമിഷത്തിലുള്ളതായ ശാന്തത ഒരുപാട് നാശത്തെ തടയുന്നതാണ്. സുഫിയാൻ സൗരിയും അബൂ ഹുദൈമ യർബൂഇയും ഒരുമിച്ച് കൂടി അവരെല്ലാവരും സുഹുദിനെ സംബന്ധിച്ചുള്ളതായ ചർച്ച ചെയ്തു. അവർ ഏകോപിതരായ പ്രവർത്തികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്തമായത് ദേഷ്യം വരുമ്പോഴുള്ള സമാധാനമാണ്. പെർദിയേട് വരുമ്പോ വിഷമം വരുമ്പോഴുള്ളതായ ക്ഷമയാണ്. ഒരാൾ ഉമർന്നവരോട് പറയാ, പഠിച്ചവനാണ് നേര്, നീതിപൂർവകമായി നിങ്ങൾ ഭരണം നടത്തിയില്ല, നിങ്ങൾ കൂടുതൽ വലിയ സംഗതികളൊന്നും കൊടുക്കണില്ല. ഉമർ എന്നവർക്ക് ദേഷ്യായി. അവരെ മുഖത്തുനിന്ന് ദേഷ്യം വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ അവിടെ കൂടിയിരുന്ന ഒരാള് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ കേൾക്കുന്നില്ലേ? അള്ളാഹു പറയുന്നല്ലോ, എന്നല്ലേ പറഞ്ഞത്, ഇവൻ ജാഹിലികളിൽപ്പെട്ട ആളാണ്. ഉമർ എന്നവർ പറഞ്ഞു, സദഖ്ത, ഓക്കേ. അതൊരു നാറായ മാതിരിയുണ്ട്. ഞങ്ങൾക്ക് എടുത്തപ്പെട്ടു. മുഹമ്മദ് ബിൻ കഅബ് എന്നവർ പറയാണ്, 3 കാര്യങ്ങൾ ഒരുവൻ കുന്ന, ആ 3 കാര്യങ്ങളായി അവയിലായി. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു. ഓൻ തൃപ്തിപ്പെട്ടാൽ അവന്റെ ഇള അകത്തളത്വം കടത്തൂല. ദേഷ്യം പിടിച്ചാൽ സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും അവന് ദേഷ്യം അവനെ പുറപ്പെടുവിക്കുകയില്ല. ഓൻ എന്തെങ്കിലും ഒന്ന് കണക്കാക്കുകയാണെങ്കിൽ അവനിക്ക് ഇല്ലാത്ത ഒന്നിനെ അവൻ കൈകാര്യം ചെയ്യുകയില്ല. ഈ 3 ലക്ഷണങ്ങളാണ്. സൽമാനിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വസിയത്ത് പറയാനുള്ള ദേഷ്യം പിടിക്കരുത്, എനിക്ക് കയ്യിലാണ്. അങ്ങനെ ദേഷ്യം വരികയാണെങ്കിൽ നാക്കിനങ്ങ് പിടിച്ചു വെച്ചാലാ ഏതൊക്കെ കയ്യിന്, മനസ്സിലായില്ലേ? ശാന്തതയുടെ മഹത്വം. ഹിൽമി എന്നുള്ളത് ദേഷ്യം ഒതുക്കി വെക്കുന്നതിനേക്കാളും മഹത്തമായത് ഏതാ? ഹിൽമ്. ദേഷ്യം തന്നെ വരാതിരിക്കുക. കാരണം ദേഷ്യം ഒതുക്കുക എന്നുള്ളത് ഇബാറത്തുനൊരു പ്രയോഗമാണ്. അനി തഹല്ലുമി, ശാന്തത ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചുള്ള ഇബാറത്താണ്. അതിനെ ശാന്തത ഉണ്ടാക്കുക. തകല്ലുഫുൽ ഹിൽമ, ശാന്തതയെ ഉണ്ടാക്കുക. അപ്പൊ നോക്കണങ്ങള്, ദേഷ്യം ഒതുക്കി നിർത്തുന്നതിലേക്ക് ആവശ്യമാവൂല. ദേഷ്യം ഇളകിയവനല്ലേ ദേഷ്യം ഓർക്കേണ്ടതുള്ളൂ. അവൻ അതിൽ ധാരാളം മുജാഹദയിലേക്കും ആവശ്യമാവുന്നതാണ്. മുദ്ദത്തൻ, അതേ സമയത്ത് ഈ ദേഷ്യം ഒതുക്കി നിർത്തുക എന്നുള്ളത് കുറെ കാലം അവനെ പതിവാക്കി മാറ്റിയാൽ അതൊരു പതിവായി മാറുന്നു. അത് ദേഷ്യത്തെ ഒരിക്കലും ഒതുക്കി ഇളക്കി വിടുകയില്ല. അഥവാ ദേഷ്യം ഇളകി വിട്ടാൽ തന്നെ അതിനെ ഒതുക്കി നിർത്തുന്നതിൽ അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. അതാണ് നാച്ചുറൽ സമാധാനം എന്ന് പറയുന്നത്. അത് ബുദ്ധി പൂർണ്ണത പ്രാപിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അത് ആധിപത്യം ചെലുത്തിയിട്ടുണ്ട് എന്നും ക്രോധശക്തി പറ്റേ നശിച്ചു പോയിട്ടുണ്ട് എന്നും ആ ക്രോധശക്തി എന്നുള്ളത് ബുദ്ധിക്ക് അനുസരിച്ചിട്ടുണ്ട് എന്നും. പക്ഷെ അതിന്റെ തുടക്കം എന്താവുന്നു?
ശാന്തത ഉണ്ടാക്കലാവുന്നു. അതുപോലെ ദേഷ്യത്തെ ഒതുക്കി നിർത്തലും തക്കല്ലുഫൻ വളരെ കീർത്തന ചെയ്തുകൊണ്ട്. റസൂലുള്ളാഹി പറയാണ് ഇന്നമൽ ഇൽമു വിജ്ഞാനം കിട്ടല് പഠിച്ചേ കിട്ടുള്ളൂ. ഹിൽമ് എന്നുള്ളത് കിട്ടുള്ളത് തഹല്ലുമി സമാധാനം ഉണ്ടാണെങ്കിൽ സമാധാനം പഠിക്കണം. മനസ്സിലായി? സമാധാനം പ്രയോഗത്തിൽ എത്തുമ്പോഴേ ആ നാളോ ശാന്തനാകുള്ളൂ. ഒരാൾ ഖൈറിനെ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അവനക്ക് ആ ഖൈർ നൽകപ്പെടുന്നതാണ്. ഒരാൾ ഷെറിനെ കാത്തു ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഷെറ് കാക്കപ്പെടുന്നതാണ്. ഈ പറഞ്ഞത് കൊണ്ട് സൂചിപ്പിക്കുന്നത് സമാധാനത്തെ ആർജിക്കുക എന്നുള്ളത് അതിന്റെ പാതയാവുന്ന തഹല്ലും അവലൻ ആദ്യമായി സമാധാനം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിന്റെ കീർത്തിച്ചുണ്ടാക്കുക എന്നുള്ളതുമാണ്. വിജ്ഞാനം ഉണ്ടാണെങ്കിൽ ഏത് വേണം പഠിക്കണ്ടേ എന്നതുപോലെ സമാധാനം ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ആദ്യം സമാധാനത്തിലേക്ക് അവന്റെ മനസ്സിനെ നയിക്കണം. അങ്ങനെ ഇതാവുള്ളൂ. അതാ ഇൽമുണ്ടാകാനുള്ള മാർഗം എന്താ? അത് പഠിക്കുക എന്നുള്ളത്. എന്നതുപോലെ സമാധാനം ഉണ്ടാകാനുള്ള മാർഗം എന്താവുന്നു? സമാധാനത്തിന്റെ പാത പിന്തുടരുക. വിജ്ഞാനം നിങ്ങൾ തേടുവീൻ, ഇൽമോടുകൂടെ നിങ്ങൾ ഒതുക്കവും അടക്കവും നിങ്ങൾ പഠിക്കുവീൻ. ഇൽമുണ്ട് എങ്കിൽ അടക്കം വേണം, ഒതുക്കം വേണം, അച്ചടക്കം വേണം. അത് ഇൽമിന്റെ ലക്ഷണമാവുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് നിങ്ങൾ വളരെ ആർദ്രമായി പെരുമാറുകയും അവനിൽ നിന്ന് പഠിക്കുന്നതായ ആളുകളോടും നിങ്ങൾ വളരെ മൃദുലരാകുകയും നിങ്ങൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള ഏകാധിപതികളാകരുത്, സ്വേച്ഛാധിപതികളാകരുത്. അപ്പോൾ നിങ്ങൾ അജ്ഞതയാവും എതിർക്കുക ഹിൽമക്കും നിങ്ങളുടെ സമാധാനത്തിന്. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കിബ്റ് എന്നുള്ളതും അതുപോലെ തന്നെ തജബ്ബുർ ധിക്കാരം എന്നുള്ളതും അതാണ് ദേഷ്യത്തെ ഇളക്കി വിടുന്നത്. വലിയ ആർദ്രതയെയും സമാധാനത്തെയും തടയുന്നതുമാണ്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ പെട്ടതായിരുന്നു പടച്ചവനെ വിജ്ഞാനം കൊണ്ട് എന്നെ സമ്പന്നനാക്കണേ, ശാന്തത കൊണ്ട് എന്നെ ആഡംബരമുള്ളതാക്കണേ, ഭംഗിയാക്കണേ, തഖ്വ കൊണ്ട് എന്നെ ഉത്കൃഷ്ടനാക്കണേ, സൗഖ്യം കൊണ്ട് എന്നെ നീ വളരെ സുന്ദരനാക്കണേ. അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ ഔന്നത്യം നിങ്ങൾ തേടുവീൻ. അവർ ചോദിച്ചു അതെന്താണ് അള്ളാന്റെ റസൂലേ? നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനെ നീ ബന്ധം ചേർക്കുക, അറമക്കാൻ നിന്നെ തടഞ്ഞതായ ആൾക്ക് നീ കൊടുക്കുക, നിന്നോട് ജഹാലത്ത് നടിച്ചതായ ആളോട് നീ ശാന്തത പുലർത്തുക. 5 കാര്യങ്ങൾ മുർസലീങ്ങളുടെ ചര്യയിൽ പെട്ടതാവുന്നു. ഒന്ന് നാണമാണ്, നാണമാണ് മനുഷ്യരുമാണ്. ശാന്തത വേണം, ആ കൊമ്പ് വെക്കല് വേണം, മിസ്വാക്കും വേണം, അത്തർ ഉപയോഗിക്കും. മനസ്സിലായി? ഹിജാമത്ത് പറഞ്ഞാല് അത് ഒരുപാട് തലവേദനകൾക്കും മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ വലിയ കാവലാണ്. മനസ്സിലായി? ആകാത്ത ബ്ലഡ് ഒഴിവാക്കുന്നതാണ്. പഴയകാല ചികിത്സകൾ അതൊക്കെ ആയിരുന്നു. മനസ്സിലായോ? ആധുനികത കണ്ട് വന്നപ്പോഴേ നമുക്കതൊക്കെ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ടത്തെ കാലത്തൊക്കെ കാലുമ്പൽ ഇങ്ങനെ അട്ടനെ കെട്ടി, മനസ്സിലായി? ഞാൻ കണ്ടതാണ്. അട്ടനെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് കാലുമ്പൽ അട്ട കടിപ്പിക്കുക. അങ്ങനെ എന്താ അട്ട കാലുമ്പൽ കടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ കടിച്ച് അത് അവസാനം അതിന്റെ പള്ളം കണ്ട് ചീർന്നാൽ അറിയുമ്പോൾ ഇങ്ങനെ ഇടന്നു വീഴും. അവന്റെ ആ കാലും വെള്ളം ദുഷിച്ച രക്തങ്ങളാണ് എന്നതുപോലെ ഫസ്തും ഹിജാമത്തും എന്നൊക്കെ പറഞ്ഞാല് ദുഷിച്ച രക്തങ്ങളെ ഒഴിവാക്കാനുള്ള പഴയകാല സംവിധാനങ്ങൾ. അത് ഇപ്പോഴത്തെ കാലമുണ്ട്. ഇപ്പോഴിപ്പോ നമ്മളെ പുതിയ ചികിത്സകളിലൊക്കെ ഫസ്തും ഹിജാമത്തൊക്കെ കാര്യമായി കടന്നുകൊണ്ടിരിക്കുകയാണ്. അലി കറമല്ലാഹു വജ്ഹു പറയാൻ
മുസ്ലിമായ ഒരു മനുഷ്യൻ ശാന്തത കൊണ്ട് പ്രാപിക്കുന്നതാണ് രാത്രി നിന്ന് നിസ്കരിക്കുന്ന പകൽ നോമനുഷ്ഠിക്കുന്നവന്റെ പദവി എത്തിക്കുന്നതാണ്. നിശ്ചയം അവനാകുന്നില്ല യുക്തബു അവൻ എഴുതപ്പെടുന്നതാണ്. ജബ്ബാറൻ അനീത മത്സരിയായ താന്തോന്നിയായി ജയചാധിപതിയായി. ഓന്റെ കുടുംബം മാത്രമേ ഉള്ളൂ, എന്നിട്ടും അവിടെ ഏതാവുന്നവൻ വളരെ സ്വേച്ഛാധിയാവുന്നു. അപ്പോ ധിക്കാരിയാണെങ്കിൽ ഏത് വേണമെന്നില്ല, വലിയ അധികാരമൊന്നും വേണമെന്നില്ല. ഈ ധിക്കാരം എന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വീട്ടിൽ കയറിയ 4 ചൂടാകല. ഒരാകെ ചൂടാകാൻ പറ്റുന്നത് എവിടെയുള്ളൂ? ഓന്റെ പെണ്ണുങ്ങളോട്. മനസ്സിലായില്ലേ? അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങളോട് വളരെ ശണ്ടയാണ്. ആ ചങ്ങായിക്കെങ്ങാനും വല്ല അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിലോ മോഡിക്ക് അധികാരം കിട്ടിയിട്ട് അങ്ങനെ പറയില്ല. മനസ്സിലായില്ലേ? ആ ജാതി ആളുകളൊന്നും അധികാരത്തിന് പറ്റൂല, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോലും പറ്റൂല. മനസ്സിലായില്ലേ? ഒരാള് റസൂലുള്ളാഹിയോട് പറഞ്ഞു, എനിക്ക് ചില കുടുംബാദികളുണ്ട്, ഞാൻ അവരുമായി കുടുംബ ബന്ധം ചേർത്തുന്നു. അവരെന്നോടുള്ള കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നു. ഞാൻ അവർക്ക് പല ഗുണങ്ങളും ചെയ്തു കൊടുക്കുന്നു. എന്നോട് അവർ മോശം ചെയ്യുന്നു. എന്നോട് അവർ അജ്ഞത പ്രകടിപ്പിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി ശാന്തനാവുന്നു. അവർ റസൂലുള്ളാഹി പറഞ്ഞു, നീ പറയുന്ന മാതിരിയാണ് സംഭവമുള്ളത് എങ്കിൽ അവർക്ക് നീ വെണ്ണീര് തീറ്റുന്ന മാതിരിയാണ്. അള്ളാഹുവിൽ നിന്ന് നിനക്ക് സഹായം കിട്ടിക്കൊണ്ടേയിരിക്കും. അതും കാലാകാലിക്കാണി അതിലായിരിക്കുമ്പോഴെല്ലാം. സഫൻ എന്ന് പറഞ്ഞാൽ തീറ്റിച്ച്. മനസ്സിലായോ? മല്ല് മല്ലാണല്ലേ, മില്ലത്ത് നിന്നില്ല അടുപ്പ് എന്നാണ്. മല്ല് പറഞ്ഞാലേ വെണ്ണീര്. മണല് മണ്ണ് നടത്താം. വെണ്ണീര്. പടച്ചവനെ, എന്റെ അടുക്കൽ സദഖയില്ല, ഞാൻ അതുകൊണ്ട് സദഖ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ എന്റെ അഭിമാനത്തിൽ നിന്ന് വല്ലതും എത്തിക്കുന്നുവെങ്കിൽ, അഥവാ എനിക്ക് അഭിമാന ക്ഷണം വരുത്തുന്നുവെങ്കിൽ അതവന്റെ മേൽ സദഖയാൽ. അല്ലാഹു തആല വഹി അറിയിച്ചു, ഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ അവനിക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ ഒരാൾ അശക്തനാകുന്നു അബീളംനെ പോലെയാകാൻ. അബൂലംലം എന്താണ്? നിങ്ങൾ പൂർവ്വ സമുദായത്തിലുള്ള ഒരാളായിരുന്നു. അയാൾ നേരം വെളുത്താ പറയും, അല്ലാഹുവേ ഇന്നി തസദ്ദഖ്തു യൗമ ബിഇർളി, ഞാൻ ഇന്ന് എന്റെ അഭിമാനങ്ങളെ സദഖ ചെയ്തിരിക്കാൻ. കലാമൻ വലമനി, എന്നെ ആക്രമിച്ചവർക്കെതിരെ. സിനാൻ സ്റ്റാൻഡ് അപ്പ്. അല്ലാഹു തആല ഖൗലിൽ പറയപ്പെട്ടിരിക്കുന്നു റബ്ബാനിയീന എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിലേക്ക് ചേർക്കപ്പെട്ടവരെന്നാ. മനസ്സിലായില്ലേ? അതായത് ശാന്തതയുള്ള പണ്ഡിതന്മാര് എന്നാണ് റബ്ബാനിയുടെ മഅന. വിവരമില്ലാത്തതായ ആളുകൾ ഇവരോട് സംബോധന ചെയ്താൽ അവര് പറയുന്ന സലാമിനെ പറയുന്നതാണ്. ഈ അതായത് കാലായിന്റെ തഫ്സീർ പറയാൻ ഉലമാ എന്നാണ് അതിന്റെ മഅന. അവരോട് അജ്ഞത പ്രവർത്തിച്ചാൽ അവർ അജ്ഞത പ്രവർത്തിക്കുകയില്ല. അബൂ റബാഹി യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞതിന്റെ തഫ്സീറിലായിട്ട് പറയുന്നു ശാന്തരായി നടക്കുന്നു. ശാന്തതയുടെ മാക്സിമം വേണ്ടാ തരത്തിന്റെ അരികിലൂടെ നടന്നാൽ മാന്യരായി നടന്നു പോകുമെന്ന് പറഞ്ഞിരമേന. അവർ ബന്ധവിക്കപ്പെട്ട വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നതാണ്.
ഇബ്നു മസ്ഊദ് എന്നവര് നടന്നു പോയില്ല ഒരു വിനോദ സ്ഥലങ്ങളിലൂടെ അതിലേക്ക് ശ്രദ്ധിക്കാതെ കണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് പ്രഭാതത്തിലും പ്രദോഷത്തിലും മാന്യനായും കൊണ്ടാണ് ആയത്. പിന്നീട് ഇബ്രാഹിം മൈസറ ഓതി. ഓവറാവി അദ്ദേഹമാണ് ഇത് എടുത്തുദ്ധരിക്കുന്നയാള്. എന്തിനെ ഓതിയ? എന്നെ എത്തിക്കരുതേ, വലാ ഉദ്രിക്കോ ഞാൻ എത്തിക്കുകയും ചെയ്യരുതേ. സമാനുൻ ഒരു കാലം അവിടെ അലീമായ ആളോട് പിന്തുടരുകയില്ല, ശാന്തനായ ആളോട് യാതൊരു നാണവും തോന്നുകയില്ല. അവരുടെ ഹൃദയങ്ങൾ അനറബികളുടെ ഹൃദയങ്ങളാണ്. അൽസിനത്തുൽ അറബികളുടെ നാക്കുകൾ അറബികളുടെ നാക്കാൻ. എന്നോട് അടുക്കട്ടെ ബുദ്ധിയും ശാന്തിയുമുള്ള ആളുകൾ, പൊട്ടിത്തെറിക്കുന്ന ആളുകളല്ല. പിന്നീട് അവരോട് അടുക്കുന്നവർ സുമ്മല്ലതീനൂലവും നിങ്ങൾ സെഫ് നിൽക്കുമ്പോൾ പരസ്പരം ചേർന്നല്ലാതെ കണ്ട് അകന്നകന്ന് നിൽക്കരുതേ. അപ്പൊ നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലാവും. അതുകൊണ്ടാണ് കുറെ കാലം സെഫ് കിട്ടിയ ശരിയാവില്ല, കുറെ കാലം തുടങ്ങിയിട്ട്. മനസ്സിലായേ? അപ്പൊ അള്ളാഹു തആല ഇപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുക. മനസ്സിലായേ? ഇതിന് മാത്രമേ നിൽക്കാതിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കോവിഡിന് പറ്റിയ ഇഷ്ടമാണ് നിൽക്കാറ്. മനസ്സിലായേ? നിൽക്കാനുള്ളവർക്ക് പോകരുത്. മനസ്സിലായോ? വേറെ എവിടെയും പ്രശ്നമില്ല. ബസ്സിലൊക്കെ നിൽക്കുകയായിരിക്കും കോവിഡ്, അവിടെ ഒന്നും കോവിഡ് ഇല്ല. കോവിഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം ഈ പള്ളിയാണ്. അപ്പൊ കണ്ടില്ലെങ്കിൽ അള്ളാഹു തആല ഓരോരോ മനുഷ്യന്റെ ഖൽബിന്റെ ഇഖ്തിലാഫാണ്. അടുത്തടുത്ത് നിൽക്കേണ്ടി തന്നെയുള്ളൂ. ഓന്റെ വിശ്വാസം വേറെയാണ്, എന്റെ വിശ്വാസം വേറെയാണ്. അങ്ങനെ ആയപ്പോ അള്ളാഹു തആല ഒരു കൊല്ലായിട്ട് നിക്കടാ വിട്ട് എന്ന് പറഞ്ഞിട്ട് വിട്ടുവിട്ടിരിക്കുക. അങ്ങാടിയിലുള്ള ബഹളം നിങ്ങൾ സൂക്ഷിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് നിവേദനമായി വന്നു. അൽ അശജ്ജു, അശജ്ജ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ അൽ അശജ്ജുൽ അബ്ദി യുഖാൽ അശജ്ജ് അബ്ദുൽ ഖൈസ് എന്നൊക്കെ പറയും. അങ്ങനെ അദ്ദേഹം തന്റെ വാഹനത്തെ മുട്ടുകുത്തിച്ചു. പിന്നെ അതിനെ കെട്ടിട്ടു. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം മാറ്റിയിട്ടു സൗബൈനി രണ്ട് വസ്ത്രങ്ങൾ. കാനാലി ആ രണ്ട് വസ്ത്രങ്ങൾ അദ്ദേഹം ധരിച്ചതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ നിന്ന് പുറപ്പെടിച്ചു. സൗബൈനി ഹസനെ നല്ല രണ്ട് വസ്ത്രം. ഫലബിസഹുമാ അങ്ങനെ അതിനെ ധരിച്ചു. ഇത് റസൂലുള്ളാഹിന്റെ കണ്ണിൽ വെച്ചുകൊണ്ടാണ് ഇറാമായി അശജ്ജ് പ്രവർത്തിക്കുന്നതൊക്കെ റസൂലുള്ള കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹം റസൂലുള്ളാഹിലേക്ക് നടന്നു കൊണ്ടുവന്നു. അപ്പൊ വഖാല അലൈഹിസ്സലാത്തു വസ്സലാം ഇയാളെ കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, ഇന്ന ഫീക നിന്നിലുണ്ട് യാ അശജ്ജ്, അശജ്ജ് ഖുലുഖൈൻ രണ്ട് സ്വഭാവമുണ്ട്. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു ആ രണ്ട് സ്വഭാവം അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും നമ്മളെ ഇഷ്ടമാണ്. യാ റസൂലല്ലാഹ് ഏതാണ് ആ രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരെ? അൽ ഹിൽമു വൽ അനാത്തു ശാന്തതയും സമാധാനവുമാണ്. മനസ്സിലായില്ലേ? രണ്ട് സ്വഭാവമാണ്, രണ്ട് കാര്യമാണ് നീ അതിന്റെ സ്വഭാവമാക്കി മാറ്റിയിരിക്കുന്നു. അതല്ലെങ്കിൽ രണ്ട് പ്രകൃതിയാണ്. അതിനാണ് നീ ഊട്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വസ്ത്രമൊക്കെ മാറ്റി ഒരാളെ മാനിക്കണല്ലോ. അതാ ചില മനുഷ്യന്മാരുണ്ട് നിസ്കരിച്ചുമ്പോ കള്ളിത്തുണി എടുത്ത് നിസ്കരിച്ചു. കാരണം അള്ളാഹ്ക്ക് വലിയ കള്ളിത്തുണി ഇഷ്ടമെന്ന് വിചാരിച്ചു. നിസ്കരിക്കുമ്പോ നമ്മളെ ഒറ്റക്ക് തെറ്റാലും വേണ്ടില്ല, എട്ടക്ക് തെറ്റാലും വേണ്ടില്ല. അള്ളാഹിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്. കുപ്പായ കെട്ടുവേണം സഹിച്ചാണ് നിസ്കരിച്ചാണ്. ഇഞ്ചി വരി നിസ്കരിക്കുന്ന വഴിയല്ല. മനസ്സിലായില്ലേ? ശത്രുത്തായിരിക്കും. അള്ളാഹിനോടല്ലേ നമ്മളെ സംബോധന. ചില മനുഷ്യന്മാര് നല്ല പല മനുഷ്യന്മാരും
ബനിയത്ത് കണ്ടാണ് എന്താ കുപ്പായം കിട്ട കുപ്പായല്ലേ അപ്പൊ ആശങ്ക പറയാൻ അൽഹംദുലില്ലാഹ് അല്ലദീ ജബലനി അലാ ഖുലുഖൈനി യുഹിബ്ബുഹുമുല്ലാഹു വറസൂലുഹു അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവത്തിൽ എന്നെ പടക്കപ്പെട്ടതിൽ അല്ലാഹുവിന്റെ ഹംദ്. അല്ലാഹു തആല ഇഷ്ടം വെക്കുന്നു ശാന്തനെ, നാണിക്കുന്നവനെ, സമ്പന്നനെ, ചാരിത്രമുള്ളവനെ, കുടുംബ പാരാർത്ഥമുള്ളവനെ, വളരെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനെ. ഇങ്ങനത്തെ ആളെയാണ് അള്ളാഹ് ഇഷ്ടം. അള്ളാഹു തആല ഇഷ്ടം വെക്കുന്ന അൽ ഫാഹിഷ വൃത്തികെട്ടവനെ, അൽ ബദിയ കമ്മാടിത്തം പറയുന്നവനെ, കണ്ടവരോട് മുഴുവൻ ചോദിക്കുന്നവനെ, അൽ മുൽഹിബ വളരെ കീർത്തിക്കുന്നവനെ, അൽ ഗബിയ പോയത്തക്കാരനായ. ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അള്ളാഹ് ഇഷ്ടം. ക്ലാസ്സിൽ ഇറങ്ങുന്ന ആളുകളെയും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് ഒരു ശൈഖ് പറഞ്ഞിരിക്കുന്നു. നീച്ചാനുഫയിലെ ആ ശൈഖ് പറഞ്ഞിട്ട് ഇതിലെ ക്ലാസ്സിൽ ഇറങ്ങുന്ന ആളുകളെയും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ മൻ ഒരുവൻ ലം തകുൻ ഫീഹി വാഹിദത്തുൻ മിൻഹുന്ന, ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നും അവനിലില്ല എങ്കിൽ ഓന്റെ ഒരു അമൽ നിങ്ങൾ പരിഗണിക്കണ്ട. മൂന്ന് കാര്യങ്ങളിൽ ഒന്നും അവനിലില്ല എങ്കിൽ ഓൻ ഈക്വൽ ടു നത്തിങ്. തഖ്വ, ഒന്ന് തഖ്വയാണ്. ആ തഖ്വ അവനെ തടയുന്നവൻ മഅസില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് എതിർ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്നു. അതുപോലെ തന്നെ ഒരു ശാന്തത വേണം. വിഡ്ഢിയായ ആളെ അത് മൂലമോ തടയുന്നു. വിഡ്ഢിയോട് വിഡ്ഢിത്തരമല്ല പറയേണ്ടത്, അവനോട് വളരെ ശാന്തമായിട്ടാണ് പറയേണ്ടത്. അതുപോലെ ഒരു സ്വഭാവം, ആ സ്വഭാവത്തിലൂടെ അവൻ ജനങ്ങളിൽ ജീവിക്കുന്നു. അല്ലാഹു തആല സൃഷ്ടികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയുന്നയാൾ എവിടെയാണ് മഹത്വത്തിന്റെ ആളുകൾ? അങ്ങനെ കുറച്ച് ആളുകൾ എഴുന്നേൽക്കുന്നതാണ്. അവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവൾ ദ്രുതഗതിയിൽ പോകുന്നതാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. മലായികത്ത് അവരെ സ്വീകരിക്കുന്നതാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഇത്ര ധൃതിയായിട്ട് പോണത്. ഞങ്ങൾ ഫളിന്റെ ആളുകളാണ്. എന്തേ നിങ്ങളെ ഫളില്? ഞങ്ങളായിരുന്നു, ഞങ്ങളെ നമ്മൾ ആക്രമിക്കപ്പെട്ടാൽ സബർന, ഞങ്ങൾ ക്ഷമിക്കും. നമ്മളോട് മോശം പ്രവർത്തിക്കപ്പെട്ടാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. നമ്മുടെ മേൽ അജ്ഞത പ്രവർത്തിക്കപ്പെട്ടാൽ ഞങ്ങൾ ശാന്തരാകും. ഇതൊന്നും ഓതി പഠിക്കാനുള്ള കിതാബല്ല, മനസ്സിൽ ഓതേണ്ട കിതാബ്. ഇതൊക്കെ മനസ്സിൽ വരുത്തണം. മനസ്സിലായില്ലേ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും, എന്തെങ്കിലുമൊക്കെ ചൂടാവും. അതിന് നമ്മൾ ചൂടാകരുത്. മനസ്സിലായില്ലേ? ചിലപ്പോ ഒരാളെ മാന്യത അവർ പരിഗണിച്ചോന്ന്, ഞാൻ അങ്ങനെ മാന്യത പരിഗണിക്കുന്ന ഒരാളല്ലേക്കാരോ. മനസ്സിലായി? അപ്പൊ അത് നമ്മൾ ക്ഷമിക്കാം. അത് ഞാൻ ഇത്ര തരണ്ടാന്നല്ലോ, ഞാൻ പതിനൊന്നല്ല എന്നൊന്നും അവിടെ ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായി? മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പലപ്പോഴും പല രീതിയിലായി. അവരോട് പറയപ്പെടുന്നതാണ്, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ. പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം വളരെ നല്ലത്. പറയാൻ, നിങ്ങൾ ഇൽമു പഠിച്ചോളൂ, പക്ഷെ ഇൽമിന് വേണ്ടി നിങ്ങൾ പഠിച്ചോളൂ. ശാന്തതയും സ്വസ്ഥതയും ഒതുക്കവും. സക്കീനത്തായ ഡിസിപ്ലിൻ. മനസ്സിലായേ? ഒതുക്കം, അച്ചടക്കം, അടക്കം, അതാണ്. മനസ്സിലായേ? ഡിസിപ്ലിൻ. വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഏത് വേണം? അച്ചടക്കമാണ്. ഒരടക്കം ഒതുക്കും. പഴയ ഭാഷയിൽ പറഞ്ഞ മനസ്സിലായ? അടക്കും ഒതുക്കുമാണ്. പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ട്. നിന്റെ മുതലും നിന്റെ മക്കളും പേടിക്കലല്ല.
അത് ഖൈർ എന്നുള്ളത് യക്തുറ ഇൽമുക, നിന്റെ ഇൽമു പെരുക്കലാണ്. വയഅമുൽ ഇൽമുക, ഹിൽമുക, നിന്റെ ശാന്തത വലിയതാകലാണ്. ഇൽമു പെരുക്കും വേണം, ശാന്തത വലിയതാവും വേണം. ആളുകളോട് നീ അഹന്ത നടിക്കരുത്. വിവാദത്തില്ല, അള്ളാഹിന്റെ വിവാദത്ത് കൊണ്ട് അഹന്ത നടിക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖോടും കൂടെ തഹജ്ജുദ് ഉപേക്ഷിച്ച കാലം എനിക്ക് ഞാൻ ജമാഅത്ത് കിട്ടാത്തത് എനിക്കറിയില്ല. ഞാൻ കബലിയും ഭാര്യയുമായ സുന്നത്ത് നിസ്കരിക്കാത്തതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. വിത്ര ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ കണ്ട് ഉഷാറായിട്ട് പറയുന്നത് അതിനൊന്നും ആവശ്യമില്ലല്ലോ. മറ്റൊരാളൊന്നും ചെയ്യാത്തേ കാരണം ചിലപ്പോ മരിച്ചു പോകുമ്പോ ചിലപ്പോ ആ ജീവിതത്തിൽ ഒരു വിത്ര കൂടി നിസ്കരിക്കാത്തവരെ കാരണം എന്നിട്ട് നീ ഇഹ്സാൻ ചെയ്താൽ അള്ളാഹ്ക്ക് നീ ഹംദ് ചെയ്യണം. പഠിച്ചോനെ എനിക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിഞ്ഞല്ലോ. നീ തിന്മ ചെയ്താൽ അള്ളാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം. നിങ്ങൾ തേടുവീൻ, നിങ്ങൾ ഭംഗിയാക്കുവീൻ, കൊണ്ടും ശാന്തത കൊണ്ടും ഒതുക്കം കൊണ്ടും ചിട്ട കൊണ്ടും. ബുദ്ധിയുടെ തൂണ് എന്ന് പറഞ്ഞാൽ അത് ഹിൽമാകുന്നു. എല്ലാ കാര്യത്തെയും ആകത്തുകയാവുന്നത്, ഒരുമിച്ച് കൂട്ടുന്നതാവുന്നത് അത് ഹിൽമാൻ ക്ഷമയാണ്. ജനങ്ങളെ ഞാൻ കണ്ടു, ഒരു ഇലയായി കൊണ്ടാണ് കണ്ടത്. അതിൽ മുള്ളൊന്നുമില്ലാത്ത സുന്ദരമായ ഒരു ഇലയായിരുന്നു. അങ്ങനെ ഇപ്പൊ അവരെന്തായി മാറിയിരിക്കുകയാണ്? മുള്ളായി മാറിയിരിക്കുകയാണ്. ഇലക്കപ്പ് എന്തായി മാറി? മുള്ളായി മാറി. നീ അവരെ അറിയുകയാണെങ്കിൽ നഖദൂക, അവൻ നിന്നെ വിമർശിക്കുന്നതാണ്. വൈൻ തറക്തവും, നീ അവരെ ഒന്നും അങ്ങ് വിടുകയാണെങ്കിൽ എതിർപ്പൂക്ക, അവൻ നിന്നെ വിട്ടുവിടൂല. ഇങ്ങനെ വിമർശനാത്മകമായ കാലഘട്ടമായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അഭിമാനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് കടം കൊടുക്കുക. നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ ദിവസം വരാറുണ്ട്. അപ്പോൾ ഇപ്പൊ കടം കൊടുത്താൽ അവിടെ തിരിച്ചു ഇൻവെസ്റ്റ് ചെയ്യാം. അത് അതിന് ഹിൽമു സാധനമാണ്. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നത്. ഹലീമായ ആൾക്ക് പകരമാക്കപ്പെട്ടതിൽ വെച്ച് ആദ്യത്തതാവുന്നത് അവന്റെ ശാന്തതയിൽ നിന്ന്. കൊല്ലും ജനങ്ങൾ മുഴുവനുമാവുന്ന അഹ്വാനുഹു, അവന്റെ സഹായിയാണ്. ജാഹിലിനെതിരെ അവനെല്ലാവരും എന്തായിരിക്കും? അവനെതിരെ സഹായി. ഒരടിമ എത്തുകയില്ല നല്ല ഒരു പക്വതയുള്ള ഒരു നല്ലൊരു അഭിപ്രായമുള്ള അവന്റെ സ്ഥാനത്ത് എത്തുകയില്ല. അവന്റെ ശാന്തത മികക്കുന്നത് വരെ ജഹ്ലുഹു, അവന്റെ അജ്ഞതക്ക്, വസബറുഹു, അവന്റെ ക്ഷമ, ശഹ്വത്തുഹു, അവന്റെ വികാരത്തിന്. ഇൽമിന്റെ ഖുവ്വത്ത് കൊണ്ടല്ലാതെ അതിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല. മുആവിയ തന്നെ വരെ അംർ ബിൻ അഹ്സമിനോട് പറയാൻ ആരാ വലിയ ധീരൻ? ജഹ്ലിനെ റദ്ദ് ചെയ്തവനാണ് അവന്റെ ശാന്തത കൊണ്ട്. ആരാണ് ഏറ്റവും ഉദാരൻ? ദുനിയാവിനെ അവൻ നൽകിയിരിക്കുന്നു അവന്റെ ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി. അങ്ങനെ നല്ല നിലയിൽ പെരുമാറിയാൽ അല്ലതി ഒരുത്തൻ ബൈനക്ക, നിങ്ങളുടെ ഇടയിലോ ബൈനഹു, അവന്റെ ഇടയിലും ഉണ്ട് അദാവത്തുൻ, ശത്രുതയുണ്ട്. അടുത്ത സുഹൃത്തായി മാറുന്നതാണ്.
അലീം. കാരണം വലിയ അമാ യലഖാഹ ഇല്ലല്ലദീന സബറു വമാ യലഖാഹ ഇല്ലാദു ഹളിം അലീം. അതൊരാളാകുന്നു അവന്റെ സഹോദരനെ ചീത്ത പറയാനുള്ള പോത്തെ ചെമ്പോത്തെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയണം മിൻകുന്തകാദിബൻ, നീ ഇന്നെ പറ്റിയാ പറഞ്ഞില്ലേ പോത്തെ ചെമ്പോത്തെ പട്ടിയതൊക്കെ പറഞ്ഞത്, അത് നീ കാദിബാണ് എങ്കിൽ അള്ളാഹുലേക്ക് അള്ളാഹുത്താല നിനക്ക് പൂർത്തിയട്ടെ. അല്ല നീ സത്യസന്ധനാണെങ്കിൽ അള്ളാഹുലി അത് എനിക്ക് പൂർത്തിയട്ടെ. എനിക്ക് പറഞ്ഞ പോത്തെ ചെമ്പോത്തെ ഞാൻ അങ്ങനത്തെ ഒരു പൂത്തിന്റെ മണ്ടയിൽ കൊള്ളുമെങ്കിൽ അത് എനിക്ക് പൂർത്തിയട്ടെ.